ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ CHSL 2020 ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് എക്സ് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ, പിന്നെ എക്സ് സൈൻ തീറ്റ ഈക്വൽ ടു വൈ കോസ് തീറ്റ. ആദ്യം ജനറലായിട്ട് നോർമൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞുതരാം, പിന്നെ ഷോർട്ട് കട്ടിലോട്ട് പോകാം. അപ്പോൾ ജനറൽ മെത്തേഡിൽ നമുക്കറിയാം എക്സ് സൈൻ ക്യൂബ് തീറ്റ പ്ലസ് വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ ഒരു ഐറ്റം എക്സ് സൈൻ തീറ്റ വൈ കോസ് തീറ്റ എനിക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്ന് എക്സ് സൈൻ തീറ്റ എടുക്കുന്നു. ബാക്കി പോയിട്ട് ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടാവും. ബാക്കിയുള്ള ഐറ്റത്തിന് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു, മാറ്റൊന്നും തൽക്കാലം കൊടുക്കുന്നില്ല. അപ്പോൾ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ എക്സ് സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ വൈ കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. വൈ കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. ഓക്കെ, വൈ കോസ് തീറ്റ, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ, ഇവിടെ വൈ കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഈ വൈ കോസ് തീറ്റ കോമൺ ആയിട്ട് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഈ കോസ് തീറ്റയും കട്ട് ചെയ്ത് പോയി. ഇവിടെ 1 വരും, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 വരും. വൈൻ്റെ വാല്യൂ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തത് എക്സ് സൈൻ തീറ്റയാണ് കൊടുത്തത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് പകരം ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് എക്സ് സൈൻ ക്യൂബ് തീറ്റ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ വൈ കോസ് തീറ്റയ്ക്ക് പകരം എക്സ് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കോസ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അതിപ്പം നമ്മൾ ചെയ്തതിനകത്ത് എക്സ് സൈൻ തീറ്റ സെപ്പറേറ്റ് ചെയ്തിട്ട് വൈ കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിന് പകരം വൈ കോസ് തീറ്റ സെപ്പറേറ്റ് ചെയ്തിട്ട് എക്സ് സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട്. സോ നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി നമുക്ക് ഇതിലൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പുട്ടിങ്ങാണ്. ഓക്കെ, വാല്യൂ പുട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ തീറ്റ 45 എന്ന് എടുത്തു. തീറ്റ 45 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റത്തിൽ നിന്ന് എനിക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഈക്വൽ എന്ന് പറഞ്ഞു കൊടുക്കുക. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഈക്വൽ എന്ന് പറഞ്ഞ് കിട്ടും. കാരണം സൈൻ 45 കോസ് 45 ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം, 2x സ്ക്വയർ അല്ലെങ്കിൽ 2y സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. ഇനി ഞാൻ ഇതിലോട്ട് സൈൻ 45 കൊടുക്കുകയാണ്. സൈൻ 45 കോസ് 45. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 × 2√2 എന്ന് വെച്ച് കഴിഞ്ഞാൽ √2 × ക്യൂബ്. ഇവിടെയാണെങ്കിൽ വൈന് വരെ എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എക്സ് എന്ന് എഴുതാം, എക്സ് 1 2√2 ഈക്വൽ ടു 1/√2 × 1/√2 1/√2 × 1/√2. അതിൻ്റെ വാല്യൂ 1/2. ഇതും കട്ട് ചെയ്ത് പോവും. ദെൻ 2x ഡിവൈഡഡ് ബൈ √2 എന്ന് പറയുന്ന 1 എന്ന് പറഞ്ഞ് കിട്ടും. എക്സിൻ്റെ വാല്യൂ 1/√2 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 2x സ്ക്വയർ ആണ്. 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/1/2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ഈ ഒരു രീതിനെ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.